നമുക്ക് ചുറ്റും അനീതിയും ആക്രമണങ്ങളും കലാപങ്ങളും നിറഞ്ഞ സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ മറുപടി എന്താണ് എന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? നാം ചുറ്റും നോക്കുമ്പോൾ നാം കാണുന്നത് തകർന്ന കുടുംബ ബന്ധങ്ങൾ, തകർന്ന മനസ്സുകൾ, ബന്ധങ്ങളൊക്കെ ഒരുപക്ഷെ തകരുന്ന അവസ്ഥ. ഇവയൊക്കെ നമ്മെ വിളിച്ചറിയിക്കുന്നത് ഓരോരുത്തരും തങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നതാണ്. ബൈബിളിൽ ഇങ്ങനെയൊരു വാക്യമുണ്ട്: അന്നാളിൽ ഇസ്രയേലിൽ ഒരു രാജാവ് ഉണ്ടായിരുന്നില്ല, ഓരോരുത്തരും അവരവർക്ക് തോന്നിയതുപോലെ ചെയ്തു എന്ന്. ഇതൊരിക്കലും സ്വാതന്ത്ര്യമല്ല, ഇത് കലാപമാണ്. കാരണം ഒരു ശരിയായ പരിധികൾ, നിയമം ഇല്ലാതെയാകുമ്പോൾ ശക്തന്മാർ ബലഹീനരെ അടിച്ചമർത്തുന്നു. നിയന്ത്രണങ്ങൾ സമാധാനത്തെ മാറ്റി സ്ഥാപിക്കുന്നു എന്നാണ് സത്യം. കലാപത്തിന് ദൈവത്തിനുള്ള ഉത്തരം ദൈവിക നിയമങ്ങളാണ്. ഇത് ദൈവം നമ്മെ നിയന്ത്രിക്കുവാൻ വേണ്ടിയുള്ളതല്ല, മറിച്ച് ഒരു ക്രമവും സമാധാനവും സ്വാതന്ത്ര്യവും നൽകാനാണ് നിയമങ്ങളും പരിമിതികളുമൊക്കെ സ്ഥാപിച്ചത്. ആദ്യം മുതൽ തന്നെ ദൈവം ചില പരിമിതികളൊക്കെ നൽകിയിരുന്നു. പാപം ലോകത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഉൽപ്പത്തി പുസ്തകത്തിൽ ആദാമിന് ദൈവം ഒരു പരിധി നൽകി, ഒരു ബൗണ്ടറി നൽകി. നിങ്ങളുടെ രക്ഷയ്ക്കായി ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുക എന്നതായിരുന്നു ദൈവത്തിൻ്റെ വചനം. പരിധികൾ ഒരിക്കലും ഒരു ശിക്ഷയല്ല, മറിച്ച് അത് സംരക്ഷണ കവചങ്ങളാണ്. സ്നേഹമുള്ള എല്ലാ മാതാപിതാക്കളും അവരുടെ കുട്ടികൾക്ക് ചില അതിർവരമ്പുകളൊക്കെ വയ്ക്കും. ഈ അതിരുകൾ ലംഘിച്ചാൽ അവർക്ക് ശിക്ഷയും അവർ നൽകാറുണ്ട്. അതവരെ ഇല്ലാതെയാക്കുവാൻ വേണ്ടിയല്ല, മറിച്ച് അപകടങ്ങളിൽ നിന്നും അവരെ സംരക്ഷിക്കുവാൻ വേണ്ടിയുള്ളതാണ്. ദൈവിക നിയമങ്ങൾ ഉടമ്പടികളാണ്, വിശുദ്ധ ഉടമ്പടികളാണ്. ദൈവം നമുക്ക് സ്വാതന്ത്ര്യം നൽകുകയാണ്. വ്യക്തിപരമായ പ്രതീക്ഷകളും വാഗ്ദത്തങ്ങളും തരുന്നതോടൊപ്പം ദൈവിക ഉടമ്പടിയിൽ നമ്മുടെ ഉത്തരവാദിത്വവും ദൈവം നമുക്ക് തരുന്നു. അത് പാലിക്കുവാനുള്ള ഉത്തരവാദിത്വവും അത് ലംഘിച്ചാലുള്ള ശിക്ഷയെപ്പറ്റിയും നാം ഉത്തരവാദിത്വമുള്ളവരായിരിക്കണം എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ യെരുശലേമിലെ മതിലുകൾ തകർന്നുവെന്നും വാതിലുകൾ കത്തിക്കരിഞ്ഞ് നഗരം സംരക്ഷണമില്ലാതെ പോയി എന്നും നമുക്ക് കാണുവാൻ കഴിയുന്നു. യെരുശലേം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ സമാധാന നഗരം എന്നായിരുന്നു. മതിലുകളില്ലെങ്കിൽ പിന്നെ സമാധാനമില്ലല്ലോ. ഇതുപോലെയാണ് ജീവിതത്തിലെ അതിർവരമ്പുകളില്ലെങ്കിൽ നമ്മൾ ആത്മീകമായി ആത്മാവിനെ നാം തുറന്നു കാട്ടുകയാണ്, വൾണറബിളാക്കുകയാണ്. പാപത്തിനും അടിമത്വത്തിനും ഭയത്തിനും കുറ്റബോധത്തിനും ലജ്ജയ്ക്കുമൊക്കെ ഇത് കാരണമാകുന്നു. പക്ഷേ ഇത് നമുക്ക് നൽകുന്ന പാഠം മതിലുകൾ വീണ്ടും പണിയപ്പെടേണ്ടതാണ് എന്നാണ്. ഈ മതിലുകൾ ഒരു ഐഡൻറ്റിറ്റി, നമ്മുടെ വ്യക്തിത്വത്തെ ഉറപ്പിക്കുന്നതാണ്. വാതിലുകൾ നമ്മുടെ തെരഞ്ഞെടുപ്പിനെ കാണിക്കുന്നു. വാതിലുകൾ തുറക്കുക എന്നത് നമ്മുടെ ഇച്ഛയാണ്. ഒരുപക്ഷെ സൗഖ്യം നമുക്ക് ലഭിക്കണമെങ്കിൽ പൊതുവായ സൗഖ്യമല്ല, ഓരോ വ്യക്തിക്കും വ്യക്തിപരമായ ഒന്നാണ് ലഭിക്കേണ്ടത്. ജീവിതത്തിൽ പലർക്കും ബലഹീനമായ വാതിലുകളുണ്ട്. ചിലർക്ക് ബന്ധങ്ങളിലുള്ള ഉലച്ചിലുകളായിരിക്കാം, ചിലർ പാപത്തിൻ്റെ കുറ്റബോധങ്ങളായിരിക്കാം, ചിലർ അപമാനങ്ങളിലായിരിക്കാം, ദുശീലങ്ങളിലായിരിക്കാം, മറ്റ് അടിമത്തത്വങ്ങളിലായിരിക്കാം, ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും പ്രതീക്ഷകളുമൊക്കെ തകർന്ന ജീവിത അനുഭവത്തിലായിരുന്നേക്കാം. എന്നാൽ സുവിശേഷം ദൈവത്തിൻ്റെ ആത്മാവിനെ ഉള്ളിൽ പുനഃസ്ഥാപിക്കുവാൻ നമ്മെ സഹായിക്കുന്നു. അത് നിങ്ങൾക്ക് ദൈവശക്തി നൽകുകയാണ്. നിങ്ങൾക്ക് അസാധ്യമായ കാര്യങ്ങളെ ദൈവം സാധ്യമാക്കി തരികയാണ്. പുതിയ നിയമത്തിൽ ദൈവം പറയുന്നു, ഞാൻ എൻ്റെ ന്യായപ്രമാണങ്ങളെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാനിത് അനുസരിക്കുന്നതൊരിക്കലും ഭയം കൊണ്ടല്ല, എൻ്റെ ഉള്ളിൽ ദൈവം തന്ന രൂപാന്തരം കൊണ്ടാണ്. ആരോഗ്യകരമായ അതിർവരമ്പുകൾ സ്ഥാപിക്കുവാൻ നാം തുടങ്ങുമ്പോൾ ഒരുപക്ഷെ പ്രതിസന്ധികളുണ്ടായേക്കാം. ആളുകൾ നമ്മെ പരിഹസിക്കാം, ശത്രുക്കൾ നമ്മെ വഴിതിരിക്കുവാൻ സാധ്യതയുണ്ട്. എന്നാൽ വീണ്ടും പറയുകയാണ്, നമ്മിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അത് പൂർത്തീകരിക്കുവാൻ നമ്മെ സഹായിക്കുന്നു. നെഹമ്യാവ് നമ്മോട് പറയുന്ന
ഒരു വാഗ്ദത്ത വചനം ഇതാണ്: കർത്താവിൻ്റെ സന്തോഷമാണ് എൻ്റെ ബലമെന്ന്. ഈ സന്തോഷം ക്ഷണികമായ ഒരാനന്ദമല്ല, അത് നമ്മുടെ ഉള്ളിലെ അടിയുറച്ച ഒരു കോട്ട പോലെയാണ്, അടിയുറച്ച ആത്മശക്തിയാണ്. അതുകൊണ്ട് ദൈവിക സമാധാനം വീണ്ടെടുക്കാം, ദൈവിക നിയമങ്ങൾ അനുസരിക്കുന്നവരാകാം, ആരോഗ്യകരമായ അതിർവരമ്പുകൾ തിരഞ്ഞെടുക്കാം. കാരണം കലാപത്തിൻ്റെ ഉത്തരം ദൈവത്തിൻ്റെ നിയമബന്ധങ്ങളാണ്. നമുക്ക് സമാധാനത്തിൻ്റെ മതിലുകൾ വീണ്ടും പണിയാം. സമാധാനമെന്ന വാക്കിൻ്റെ അർത്ഥം നമ്മുടെ മതിലുകൾ സംരക്ഷിക്കുന്നതോടൊപ്പം മറ്റുള്ളവരുടെ അതിർവരമ്പുകളെ ബഹുമാനിക്കുകയും ചെയ്യുക എന്നതാണ്. അപ്പോൾ സമാധാനവും സന്തോഷവും പുനഃസ്ഥാപിക്കുവാൻ നമുക്ക് കഴിയും. ഈ ദിവസം കർത്താവിൻ്റെ സന്തോഷം നമ്മുടെ ശക്തിയായി മാറട്ടെ. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0980221957 എന്ന നമ്പർ ഉപയോഗിക്കുക.